എൻ്റെ പെറ്റ് ബോർഡിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു കട്ടിങ്സ് ഞാനിങ്ങനെ ചെറിയ ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ. ഇപ്പം ഇത് വേറൊക്കെ വന്നിട്ടുണ്ട്, നിറയെ കുറച്ചുകൂടെയൊക്കെ ഞാൻ വെച്ചതിനേക്കാളും കുറച്ചുകൂടെ വളർന്നിട്ടൊക്കെ ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ഇത് ഫിലോഡോണ്ടൻ ഹാർട്ട്ലി ഗോൾഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ടേബിൾ ടോപ്പിലും ഞാൻ 1-2 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മഞ്ജുള പോത്തോസ് ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കലേഡിയം പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലേഡിയത്തിന് നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ലൈറ്റ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു വാട്ടം പോലെ ചെറിയൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവളെ നമുക്ക് ഇവിടെ നിന്ന് സ്പേസ് മാറ്റാം. അത് മാത്രമല്ല ഇങ്ങനെ എല്ലാ പ്ലാന്റും ഇതെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇവളെ നമുക്ക് ഒന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഈ ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട്, എൻ്റെ ക്രാഫ്റ്റിന്റെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ഞാനൊരു പെന്നിവേട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ പെന്നിവേട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പൊ ഞാനൊരു ചട്ടിയിൽ നട്ടിട്ട് അത് വേറൊരു ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിരിക്കുക, എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും എപ്പോഴും. പക്ഷേ ഇതിപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പെന്നിവേട്ടിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ഇവിടെ മാറ്റണം. അതേപോലെ കലേഡിയത്തിന് നമ്മൾ ഈ ഒരു ഓർഗനൈസറിലേക്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ലൈറ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ പെന്നിവേട്ടിന്റെ റീപോർട്ടിംഗ് ആണ്. സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മണ്ണും ചെളിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റിപ്പോർട്ടിംഗ് മാറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ വേറൊരു ചട്ടിയിലേക്ക്, ഒരു മണ്ണിന്റെ ഒരു ചട്ടിയിലേക്ക്, കറിച്ചട്ടിയാണിത്, ഇതിലേക്ക് ഞാൻ മാറ്റി നട്ടായിരുന്നു പെന്നിവേട്ടിനെ. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വേറൊരു പോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് പെന്നിവേട്ടിനെ മാറ്റി നടുകയാണ് കേട്ടോ. അപ്പം ഇത് ഇന്നർ പോട്ടാണ്. അപ്പം ഇതിനകത്ത് വെള്ളം എങ്ങനെയേ നിൽക്കും. ഈ പെന്നിവേട്ടിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഇതിന് ഡ്രെയിനേജ് ഹോള് വേണ്ട ചട്ടിക്ക്, കാരണം വെള്ളത്തിൽ വളരുന്ന ചെടി ആയതുകൊണ്ട് അത് അങ്ങനെ നിന്നോളും. അപ്പോൾ ആ ചട്ടിയിലേക്ക് നട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചട്ടിയിലുള്ള വെള്ളമൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ സിറ്റൗട്ടിലെ ആ പ്ലാന്റ്സിന്റെ ഒക്കെ അടുത്തായിട്ട് നമ്മുടെ പെന്നിവേട്ടിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് ഇവള് നല്ല അടിപൊളിയായിട്ട് വളർന്നു വരട്ടെ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.